അങ്ങനെ നമ്മുടെ അഡ്വഞ്ചർ സെഗ്മെന്റിലേക്ക് ബജാജ് അവരുടെ ഒരു വണ്ടി കൊണ്ടുവരാൻ പോകണാണ്. ഇത് ഈ മേളിൽ പോണ വണ്ടി ഉണ്ടോ, ഇത് നമ്മുടെ സ്പൈ ഷോട്ട്സ് ആണ് വണ്ടിയുടെ. അപ്പോൾ ഈ വണ്ടി ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ലോങ് ട്രാവൽ സസ്പെൻഷനും അപ്സ്വെപ്റ്റ് എക്സോസ്റ്റ് ഒക്കെ കാണാം. എൻജിൻ ഹോപ്പ്ഫുള്ളി ഒരു 200 to 250 cc എൻജിൻ ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ബജാജിന് എക്സ്പോർട്ട് മാർക്കറ്റ് ഭയങ്കര അടിപൊളിയാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതലും 150-160 cc സെഗ്മെൻറ്റിൽ എയർ കൂൾഡ് എഞ്ചിനാണ് ഇറക്കാൻ പോണത്. ഹോപ്പ്ഫുള്ളി ഇന്ത്യയിലേക്ക് അവരൊരു ബിഗ്ഗർ CC അല്ലെങ്കിൽ ബിഗ്ഗർ എഞ്ചിൻ വെച്ച് ഈ വണ്ടി ഇറക്കും. ഒരു ഡുവൽ സ്പോർട്ട് വണ്ടി ആയിരിക്കും. ഫ്രണ്ട് നമുക്ക് 1917 ആ ഒരു കോമ്പിനേഷനിൽ വീൽസ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അത് കൂടാണ്ട് ലോങ് ട്രാവൽ സസ്പെൻഷൻ, ചെറിയ ഓഫ് റോഡ് പോകാം, അപ്രൈറ്റ് പൊസിഷനാണ് നമുക്കിത് കാണാൻ പറ്റുക. വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാസ്, കുറച്ചും കൂടെ ടൂറിങ് സ്പെക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൂറിങ് ആൻഡ് ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ പറ്റിയ ഒരു വണ്ടിയായിരിക്കും. പക്ഷേ ബജാജ് ഇറക്കാൻ പോണതുകൊണ്ട് ഇതൊരു അഫോർഡബിൾ ബൈക്കായിരിക്കും. ആൻഡ് ഇത് ഡയറക്റ്റ് കോമ്പറ്റീഷൻ പോകാൻ പോണത് നമ്മുടെ എക്സ്പൾസ് 200, എക്സ്പൾസ് 210, അതുപോലെ TVSൻ്റെ RTX 300 ആ ഒരു റേഞ്ച് ആയിരിക്കും. 2 lakhs റേഞ്ചിലായിരിക്കും ഈ ഒരു വണ്ടി ബജാജ് ഇറക്കാൻ പോണത്. ഇത് എപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ വർഷം 2026 അല്ലെങ്കിൽ 27 ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ ഇത് എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.